ഈ വർഷം ഒരുപാട് ഹൊറർ മൂവീസ് റിലീസായിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സ്റ്റോറി ടെംപ്ലേറ്റ് തന്നെയായിരുന്നു മിക്ക മൂവീസും. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവന്ന സ്റ്റോറീസോ, സ്ഥിരമായിട്ട് കണ്ടുവന്ന ടെംപ്ലേറ്റോ, സ്ഥിരം മേക്കിങ്ങോ ഒക്കെ ആയിരിക്കും മിക്ക മൂവീസും. പക്ഷെ ഞാൻ റീസെന്റ്ലി കണ്ട ഒരു ഹൊറർ മൂവി, ഇതൊരു പക്ക ഹൊറർ മൂവി എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ബോഡി ഹൊറർ എന്ന് വേണമെങ്കിൽ പറയാം. മൂവിയുടെ പേര് ടുഗദർ എന്നാണ്. ഈ സിനിമയുടെ സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഈ ഒരു മൂവിയിൽ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ കപ്പിൾസ് ആണ്. അവർ ഒരുമിക്കും. ഒരുമിക്കുന്നത് എന്താണ് നല്ലതല്ലെന്ന് ചോദിച്ചാൽ അത്ര നല്ലതല്ല. ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് കയ്യിൽ എടുക്കുകയാണ്. ഇത് എടുത്തിട്ട് നമ്മൾ നോക്കി ഇഷ്ടപ്പെട്ട് തിരിച്ചു വെക്കുന്നതും ആ ഒബ്ജക്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് പോവാതെ കയ്യിൽ തന്നെ ഒട്ടിയിരിക്കും. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും പോകുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയേ. അതാണ് ഈ സിനിമ. അത്ര എളുപ്പമല്ല ഈ രണ്ടുപേരെ മാറ്റാനായിട്ട്. കുറച്ച് പാടാണ്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ഹൊറർ മൂവിയിലെ സ്റ്റോറിയോ സ്ഥിരം ടെംപ്ലേറ്റോ അല്ല ഈ ഒരു മൂവി. കുറച്ച് ഡിഫറന്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ. സിനിമയുടെ ഒരു കോൺസെപ്റ്റ് ആയാലും അതിന്റെ ഒരു മേക്കിംഗ് ആയാലും എക്സിക്യൂഷൻ ആയാലും എല്ലാം കൊള്ളാം. ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. നമ്മൾ അധികം ഒന്നും ഇങ്ങനെ ഒരു ഹൊറർ മൂവിയിൽ അല്ലെങ്കിൽ ഒരു ബോഡി ഹൊറർ മൂവിയിൽ കണ്ടിട്ടില്ല. ബോഡി ഹൊറർ മൂവീസ് ഒരുപാട് വന്നിട്ടുണ്ട്, ഹൊറർ മൂവീസ് ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, രണ്ട് ക്യാരക്ടേഴ്സ് ഒരുമിച്ചിരുന്ന് അവിടെ നിന്ന് ഒരു ഹൊറർ എലമെന്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് നൈസ് ആയിരുന്നു. ചില സീക്വൻസ് ഒക്കെ ഭയങ്കര ഡെപ്ത് ആണ്. സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സീക്വൻസ് നമ്മുടെ മനസ്സിൽ പോവാതെ തന്നെ കിടക്കും. സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും എന്റെ മനസ്സിൽ കുറച്ച് സീക്വൻസ് അങ്ങനെ ഉണ്ടായിരുന്നു. കുറച്ചല്ല, കുറച്ച് അധികം. അതും ബോഡി ഹൊറർ എന്ന് പറയുമ്പോൾ അറിയാലോ, അത്ര ക്ഷമ വേണം, അല്ലെങ്കിൽ നമുക്ക് അത്ര ഒരു മനക്കട്ടി വേണം ആ സിനിമ കാണാനായിട്ട്. ഇതിൽ പല സീക്വൻസും അങ്ങനെ പോകുന്നുണ്ട്. അതൊക്കെ നൈസ് ആയിരുന്നു. പലതൊന്നും നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും പെട്ടെന്ന് മറക്കത്തില്ല. കുറച്ച് ദിവസം നമ്മുടെ മനസ്സിൽ കാണും. ആ ഒരു സീക്വൻസും ആ സൗണ്ടും അതിന്റെ മേക്കിങ്ങും ഭയങ്കര സീനാണ് അത് കാണാനായിട്ട്. ചില സീക്വൻസ് ഉണ്ട്, രണ്ട് ബോഡീസും ഇങ്ങനെ ഒട്ടിച്ചേർന്ന് പിടിക്കുന്ന ഒരു ഏരിയാസ് ഒക്കെ, അതൊക്കെ കുറച്ച് ഡാർക്ക് ആയിരുന്നു. എനിക്ക് ഓവറോൾ മൂവി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു മൂവിയുടെ സ്റ്റോറി ബേസിക് ആയിട്ട് ഇതാണ്. രണ്ടുപേരും ഒരുമിച്ചിരിക്കും എപ്പോഴും, അത്രേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് ഒരുമിക്കുന്നത്, അതിന്റെ ബാക്ക് സ്റ്റോറി എന്താണ്, അതിനുശേഷം എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് ഇവർ ഇത് ഓവർകം ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ അവർ ഡീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. അപ്പം മനസ്സിലാവും. ഒരു പക്ക ഹൊറർ മൂവി അല്ല, മറ്റേ ജംപ് സ്കെയർസ് ഒക്കെ നിറഞ്ഞ് പല ഏരിയാസും പ്രേതം കയറി വരാനായിട്ട്. ഇതൊരു പക്ക ബോഡി ഹൊറർ മൂവിയാണ്. ഈ ഒരു എൻ്റയർ മൂവി കണ്ടു തീർക്കാൻ കുറച്ച് മനക്കെട്ടിയൊക്കെ വേണം. അങ്ങനത്തെ ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. സോ ഓവറോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് സംസാരിച്ച ഒരു ഹൊറർ മൂവിയാണ്. അവരുടെ ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ സിറ്റുവേഷൻസ് ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും ആ ഒരു കോൺസെപ്റ്റ് ആയാലും എല്ലാം നല്ല രീതിക്കാണ് മൂവിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. വലിയ ലാഗോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് വർക്കാവാത്ത ഏരിയാസ് ഒന്നും ഇല്ല. പ്രോപ്പറായിട്ട് ആ രണ്ട് ക്യാരക്ടേഴ്സും അവരുടെ ഇമോഷൻസും അവരുടെ സിറ്റുവേഷൻസും എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് ആ ഒരു ടുഗദർ എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ആ ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാര്യങ്ങൾ എല്ലാം പക്ക ക്ലിയർ ആയിട്ടാണ് സിനിമ സംസാരിക്കുന്നത്. എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.